മഹാശിവരാത്രിയുടെ ഭാഗമായുള്ള ശിവാലയ ഓട്ടം പുരോഗമിക്കുന്നു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഭക്തർ ശിവാലയ ദർശനത്തിനായുള്ള പ്രയാണത്തിലാണ്. കന്യാകുമാരി ജില്ലയിലെ വിളവൻകൂട് കൽക്കുളം താലൂക്കിൽ 70 കിലോമീറ്റർ ചുറ്റളവിലുള്ള 12 ശിവക്ഷേത്രങ്ങൾ ഒരു രാത്രിയും ഒരു പകലും കൊണ്ട് ഭക്തർ ഓടി പൂർത്തിയാക്കുന്നതാണ് ശിവാലയ ഓട്ടം എന്ന പേരിൽ പ്രസിദ്ധമായ ആചാരം. തൃപ്പരപ്പ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ശിവാലയ ഓട്ടത്തിന്റെ വിശേഷങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, എത്രത്തോളം ഭക്തി നിർഭരമാണ് ചടങ്ങ്? വിഷ്ണു, ഭക്തി നിർഭരമായി തന്നെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ശിവാലയോട്ടം എത്തുന്ന മൂന്നാമത്തെ ക്ഷേത്രം, അതായത് 12 ക്ഷേത്രങ്ങളിലാണ് ഈ ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഭക്തർ ദർശനം നടത്തുന്നത്. അതിലെ മൂന്നാമത്തെ ക്ഷേത്രമാണ്. ഓരോ തവണ ദർശനം നടത്തുമ്പോഴും ഓരോ സ്ഥലത്തുള്ള പുഷ്കരണികൾ, കുളങ്ങൾ കാണും. അവിടെ കുളിച്ച് വൃത്തിയായി ഈർണോടുകൂടി തന്നെയാണ് ഭക്തർ ശിവക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയും ദർശനം നടത്തുകയും ചെയ്യുന്നത്. നമ്മളിവിടെ നിൽക്കുന്നത് തൃപ്പരപ്പ് ക്ഷേത്രത്തിന് സമീപത്തെ ആ ഒരു കുളമാണ്, കായലോട് കുളമാണ്. ആ കുളത്തിൽ നിന്നും സ്നാനം ചെയ്തുകൊണ്ട് ശരീരം ശുദ്ധി വരുത്തിക്കൊണ്ട് ഭക്തർ പടി കയറി വന്ന് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. നിരവധി ഭക്തരാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. വലിയ രീതിയിലുള്ളൊരു ഭക്തി പൂർവമായൊരു യാത്രയാണ് ഈ ശിവാലയ ഓട്ടം എന്ന് പറയുന്നത്. കന്യാകുമാരി ജില്ലയിലെ 2 താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന 12 ക്ഷേത്രങ്ങൾ, 70 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ക്ഷേത്രങ്ങൾ ഉള്ളത്. പണ്ട് കാലങ്ങളിലെല്ലാം ഈ ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഓടിത്തന്നെയായിരുന്നു ഭക്തർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വ്രതം നോറ്റ് വരുന്ന ഭക്തർ ഇത്തരത്തിൽ ഈ വ്രതം നോറ്റ് തന്നെ വന്ന് ഓടിക്കൊണ്ടാണ് ഈ 12 ക്ഷേത്രങ്ങളിലെയും ദർശനങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ഭക്തരാണ് ഇവിടെ കൂടി കഴിയുമ്പോഴാണ്, അതായത് രാത്രിയോട് അടുക്കുമ്പോഴാണ് ഭക്തരുടെ എണ്ണം കൂടുന്നത്. വെയിൽ ഉള്ളതുകൊണ്ട് തന്നെ, വെയിലിൻ്റെ ഒരു കാഠിന്യമൊക്കെ കൊണ്ട് തന്നെ അവിടങ്ങളിൽ നിന്ന് വിശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തെത്തി ഓരോ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി അവർ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്യും. ശിവാലയോട്ടം എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തു നിന്നും ദിഗ്ദേശങ്ങളിൽ നിന്നെല്ലാം നിരവധി ഭക്തർ ഈ വ്രതം നോറ്റ് ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് വരും. തുടക്കത്തിലെത്തുന്നത് കുഴുത്തറയിലുള്ള തിരുമല ക്ഷേത്രത്തിലാണ്. തിരുമല മഹാദേവൻ ക്ഷേത്രത്തിലാണ് ഈ ശിവാലയോട്ടത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. അവിടുത്തെ കുളങ്ങളുണ്ട്. അവിടുത്തെ കുളങ്ങളിൽ നിന്നും കുളിച്ച് ശുദ്ധിയായി ഭഗവാനെ ദർശിച്ചതിന് ശേഷമാണ് ഈ ശിവാലയോട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. അവിടെ നിന്നും പിന്നീട് തിക്കുറിശ്ശിയിലേക്ക് വരും. തിക്കുറിശ്ശി മഹാദേവ ക്ഷേത്രം, ആ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ദർശനം നടത്തിയതിന് ശേഷം തുടർന്നും ഓട്ടം ആരംഭിക്കും. അങ്ങനെ എത്തുന്ന മൂന്നാമത്തെ ക്ഷേത്രമാണ് ഇത്തരത്തിൽ തൃപ്പരപ്പുള്ള മഹാദേവ ക്ഷേത്രം. അതുപോലെയുള്ള 12 മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒരു രാത്രിയും ഒരു പകലും കൊണ്ട് ഓടി പൂർത്തിയാക്കി ദർശന പുണ്യം നേടി സായുജ്യമടയുന്നൊരു ചടങ്ങാണ് ഈ ശിവാലയോട്ടം എന്ന് പറയുന്നത്. കന്യാകുമാരി ജില്ലയിലും തിരുവനന്തപുരത്തും, അതായത് പണ്ട് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു ഈ ഭാഗങ്ങളെല്ലാം. അങ്ങനെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് രീതിയിലുള്ള മലയാളികളും മലയാളത്തിൻ്റെ തന്നെ അന്തരീക്ഷമുള്ളൊരു സ്ഥലം, മലയാളമയുള്ള സ്ഥലം കൂടിയാണ് ഈ തൃപ്പരപ്പായാലും ശരി, ഈ 12 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം അങ്ങനെ മലയാളമയുള്ള സ്ഥലം കൂടിയാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഈ താമസിക്കുന്നവർക്കെല്ലാം വളരെ ആത്മബന്ധമുള്ളൊരു ചടങ്ങാണ് ഈ ശിവാലയോട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി മലയാളികളാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്തു നിന്നുള്ളവരാണ് ഇത്തരത്തിൽ ഈ ഓട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെ നിരവധി ഭക്തർ ഇവിടേക്ക് എത്തുകയും ചെയ്യും. വളരെ ആചാരപൂർവ്വമായൊരു ചടങ്ങ്, ഭക്തി നിർഭരമായൊരു ചടങ്ങാണ് ഇവിടേക്ക് എത്തുന്നത്. ശിവാലയോട്ടത്തിന് ഒന്നാണോ? അതെ വരുന്നത് തിരുവനന്തപുരത്ത് വന്നല്ലേ? എങ്ങനെ ഈ എല്ലാ വർഷവും വരാറുണ്ടോ? തലേ ദിവസം ശിവരാത്രിയാണ് വരണത്. ശിവരാത്രിയുടെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി തലേ ദിവസം വരുന്നു. എത്ര വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്? ഞാൻ വളരെ ചെറുതിലേ വന്നുകൊണ്ടിരിക്കുകയാണ്. 35 വർഷത്തേക്ക് കൂടുതലായി. ഇതൊരു രീതി ഒന്ന് പായില്ല, ഇപ്പോൾ നല്ല ഡെവലപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. ഇതിൻ്റെ രീതി ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇത്രയും അനുഭവമുള്ള ആളല്ലേ? ഇല്ല, നമ്മൾ ആ ഒരു വിശ്വാസം എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മുടേതായ ഒരു വിശ്വാസം, അത്രയേ ഉള്ളൂ. അതിൻ്റേതെല്ലാം നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാണ്. ഈ വ്രതം എടുത്തുകൊണ്ടല്ലേ വരുന്നത്? ഞാൻ അങ്ങനെ ഒരു ദിവസത്തെ വ്രതം എടുക്കാറുള്ളൂ. സ്വാഭാവികമായിട്ടും എത്ര 21 ദിവസത്തെ വ്രതം? 7 ദിവസം എടുക്കുന്നവരുണ്ട്, 21 ദിവസം എടുക്കുന്നുണ്ട്. ഓരോരുത്തരും മനോഭാവം അനുസരിച്ച് നമ്മുടെ മനസ്സ് ശുദ്ധമായിരുന്നാൽ ഓക്കെ. വിഷ്ണു അത് തന്നെയാണ്, മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ വ്രതം നോറ്റ് 7 ദിവസം 21 ദിവസം അങ്ങനെ പല രീതിയിൽ വ്രതനിഷ്ഠയോടുകൂടി എത്തുന്ന നിരവധി ഭക്തരുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന നിരവധി ഭക്തർ ഇവിടേക്ക് എത്തും. പല സ്ഥലങ്ങളിൽ നിന്നായിട്ടുള്ള ഭക്തർ ഇവിടേക്ക്. മലയാളികളാണോ? എവിടുന്നാണ് വരുന്നത്? ആയിമല ശിവ ടെമ്പിളിൻ്റെ അടുത്താണ് താമസിക്കുന്നത്.
എല്ലാ വർഷവും വരാറുണ്ട് ഇവിടെ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ് ഇവിടെ വരാൻ. ഈ തൃപ്പൂരപ്പുര നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷേ ശിവാലയോട്ടം സംബന്ധിച്ച് ഇപ്പോഴാണ് വരുന്നത്. എങ്ങനെയുണ്ട് ഈ ശിവാലയോട്ടത്തിൻ്റെ ഒരു അനുഭൂതി? നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് തോന്നുന്നുണ്ട്. അടിപൊളിയാണ്, നല്ല സമാധാനമാണ് വരും. നടന്നാണോ വന്നതോ? അല്ല വണ്ടിയിലാണ്. അതുതന്നെയാണ് പണ്ട് കാലങ്ങളിൽ വിഷ്ണു നടന്ന് ആയിരുന്നു ഓടിയായിരുന്നു വരുന്നത്. അതായത് വ്രതം നോറ്റുകൊണ്ട് തന്നെ ഈ 12 ക്ഷേത്രങ്ങളും ഓടി തീർക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നിലവിൽ ഈ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഭക്തർ ബൈക്കിലും അതോടൊപ്പം തന്നെ ഈ മറ്റ് വാഹനങ്ങളിലെല്ലാം വരുന്നവർ ഉണ്ട്. അങ്ങനെയെല്ലാം ഈ ചടങ്ങിൻ്റെ ഭാഗമായി തീരും. അവരുടെ എല്ലാം ജീവിത ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കണം, പങ്കുചേരണം എന്നതാണ് ഈ പറയുന്ന എല്ലാവരുടെയും ഒരു ജീവിത ആഗ്രഹവും വ്രതവുമൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ത്യാഗം സഹിച്ചും പ്രയാസം സഹിച്ചും ഒക്കെ എത്തുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ യാത്രയുടെ ഭാഗമായിട്ട് വരുന്ന ഇടങ്ങളിലെല്ലാം ഓരോ സ്ഥലങ്ങളിലെല്ലാം അതത് കേന്ദ്രങ്ങളിൽ ഭക്തർ പാനകവും മറ്റ് ഫ്രൂട്ട്സും അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളുമെല്ലാം കഴിക്കാൻ സൗജന്യമായിട്ട് ഈ ഭക്തർക്ക് നൽകുന്നുണ്ട്. വെള്ളത്തിൻ്റെ സേവനങ്ങൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രശാന്ത്, അത് തന്നെയാണ് എന്തായാലും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം അതിൽ തന്നെയാണ് ഈ ഒരു ചടങ്ങുകളൊക്കെ തന്നെയും പുരോഗമിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.